aspirants, welcome to another video of Lead Academy. CLEE 2025 5-year integrated LLB and 3-year LLB entrance exam കഴിഞ്ഞു. So നിങ്ങൾ എല്ലാവരും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്നറിയാം. So after the result പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 to 3 വീക്സിൽ തന്നെ അലോട്ട്മെന്റ് വിത്തിൻ 1 വീക്കിൽ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻസ് ആൻഡ് അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അലോട്ട്മെന്റ് മെമ്മോ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ 3 to 4 ഡേയ്സ് മാത്രമേ ടൈം കാണൂ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ. അഡ്മിഷന്റെ ആ സമയത്ത് നമ്മുടെ കയ്യിൽ കരുതിയിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്, കമ്പൽസറി ഡോക്യുമെന്റ്സ് ആൻഡ് റിസർവേഷൻ ക്ലെയിമിംഗ് ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ. സോ മൂവിംഗ് ഓൺ ടു 5-year integrated LLB. 5-year LLB പറ്റി പറയുമ്പോൾ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ജോയിനിങ് ആഫ്റ്റർ ദ +2. പ്ലസ് ടുവിന് ശേഷമായിരിക്കും മിക്ക കുട്ടികളും 5-year integrated LLBയിലേക്ക് വരുന്നത്. അവർ കരുതേണ്ട കമ്പൽസറി ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് 10th and +2 സർട്ടിഫിക്കറ്റ്. 10ാം ക്ലാസ്സിലെയും +2ലെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ സ്കൂൾസ് ആണല്ലോ ഇഷ്യൂ ചെയ്യുന്നത്. സോ 10ലെയും +2ലെയും സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ആൻഡ് ഈ സർട്ടിഫിക്കറ്റിന്റെ എല്ലാം മിനിമം ഓഫ് 2 ഹാർഡ് കോപ്പീസ്, 2 ഹാർഡ് കോപ്പിയും കയ്യിൽ ഉണ്ടായിരിക്കണം. ദെൻ അനദർ കമ്പൽസറി ഡോക്യുമെന്റ് എന്ന് പറയുന്നത് പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. സോ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനായിട്ട് നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാവുന്നതാണ്. ഓർ പാസ്പോർട്ട്, നിങ്ങളുടെ ജനന തീയതി തെളിയിക്കുന്ന ഏത് സർട്ടിഫിക്കറ്റ്, വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതൊന്നാണ് ഡേറ്റ് ഓഫ് ബർത്ത്. ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളതും ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് എടുക്കാം. ഓർ SSLC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനുള്ള ഒരു പ്രൂഫായിട്ട് കരുതാവുന്നതാണ്. സോ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് യു ക്യാൻ ചൂസ് either ഡേറ്റ് ഓഫ് ബർത്ത് ഓർ പാസ്പോർട്ട് ഓർ SSLC. ദെൻ നാഷണാലിറ്റി ആണ് വരുന്നത്. സോ നിങ്ങളുടെ നാഷണാലിറ്റി തെളിയിക്കാൻ ഡേറ്റ് ഓഫ് ബർത്ത് ചൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ പാസ്പോർട്ട് ഓർ SSLC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ നാഷണാലിറ്റി തെളിയിക്കുന്ന ഏത് സർട്ടിഫിക്കറ്റ്, വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഒരു മിനിമം ഓഫ് ഡേറ്റ് ഓഫ് ബർത്തിനാണെങ്കിൽ മിനിമം ഓഫ് 2 കോപ്പീസ്, ഹാർഡ് കോപ്പീസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, TC ആൻഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്. സോ TC കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും പൊതുവെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, നിങ്ങൾ +2 കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ സ്കൂൾസ് ആയിരിക്കും ഇത് ഇഷ്യൂ ചെയ്തത്, TCയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും. സോ സ്കൂളിൽ നിന്ന് ഇഷ്യൂ ചെയ്ത TC ആൻഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഒറിജിനൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ സബ്മിറ്റ് അഡ്മിഷന്റെ സമയത്ത് കയ്യിൽ കാണേണ്ടതാണ്. ഇനി നിങ്ങൾ +2വിന് ശേഷം മറ്റ് വേറെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് കോളേജസിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ലോ കോളേജിൽ കയറുന്നതിന് മുന്നേ +2വിന് ശേഷം ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്ത് നിങ്ങൾ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ TC ആൻഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് വേണം നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടത്. ഓക്കെ, ദ പ്ലേസ് വെയർ ദ സ്റ്റുഡന്റ് ലാസ്റ്റ് സ്റ്റഡിഡ്. സോ അവസാനമായിട്ട് പഠിച്ച ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണോ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ ആ കോളേജിലെ TC ആൻഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള TC ആൻഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ആയിട്ട് കരുതുന്നത്. ഇനി നിങ്ങൾ വേറെ കോളേജസിലൊന്നും പോയിട്ടില്ല, ലാസ്റ്റ് പഠിച്ചത് സ്കൂളിൽ തന്നെയാണെന്ന് വിചാരിച്ചു. സോ TC സ്കൂളിലെ തന്നെ ആയിരിക്കും, ബട്ട് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി അപ് ടു 6 months ആണ്. 6 മാസമേ നിങ്ങൾക്ക് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി ഉള്ളൂ. സോ സ്കൂളിങ് കഴിഞ്ഞിട്ട് ഒരു 1 year ഗ്യാപ്പ് എടുത്തു അല്ലെങ്കിൽ 2 year ഗ്യാപ്പ് എടുത്തെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഒരു റെക്കഗ്നൈസ്ഡ് അതോറിറ്റി അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസറിൽ നിന്നും മേടിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ TCയും ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും കമ്പൽസറി ഡോക്യുമെന്റ്സ് ആണ്. ഈ അടുത്ത കമ്പൽസറി ഡോക്യുമെന്റ് എന്ന് പറയുന്നത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അത് +2 ബോത്ത് CBSE ICSE ഓർ ഓപ്പൺ സ്കൂളിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിംഗ് സിസ്റ്റത്തിലാണോ നിങ്ങൾ പഠിച്ചത്, നിങ്ങൾക്ക് അവിടുത്തെ അവർ ഇഷ്യൂ ചെയ്യുന്ന മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതേണ്ടതാണ്. ഇതൊക്കെയാണ് 5-year integrated LLBക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റുഡന്റിന്റെ കയ്യിൽ കാണേണ്ട കമ്പൽസറി ഡോക്യുമെന്റ്സ്. അഡ്മിഷൻ സമയത്ത് കാണേണ്ട കമ്പൽസറി ഡോക്യുമെന്റ്സ് ആണ്. ഇതിന്റെയൊക്കെ ഒറിജിനൽ തന്നെ കയ്യിൽ കരുതണം. ആൻഡ് മിനിമം ഓഫ് 2 ഹാർഡ് കോപ്പീസ്, 2 ഹാർഡ് കോപ്പീസും കയ്യിൽ കാണണം. ആൻഡ് ഓൾസോ ഇതിന്റെ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ്, എല്ലാത്തിനും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും നിങ്ങളുടെ കയ്യിൽ കാണേണ്ടതാണ്. പോകുന്നത് റിസർവേഷൻ ക്ലെയിമിംഗ് സർട്ടിഫിക്കറ്റ്സ്. നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഇഫ് യു ആർ ഫ്രം എ OBC കാറ്റഗറി യു വിൽ നീഡ് NCL, നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് വേണം. NCL സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് OBC റിസർവേഷന് വേണ്ടി ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ SC/ST കാറ്റഗറിയിൽപ്പെട്ട സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം. സോ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇഷ്യൂ ചെയ്ത് വെച്ചിരിക്കുക. OBC കാറ്റഗറി ആണെങ്കിൽ NCL സർട്ടിഫിക്കറ്റ് കയ്യിൽ കാണുക. ആൻഡ് ഇഫ് യു ആർ ഫ്രം EWS ഓർ സ്പോർട്സ് കോട്ട, അതിന് വേണ്ട ഏത് സർട്ടിഫിക്കറ്റ് ആണോ അത് നിങ്ങളുടെ കയ്യിൽ കരുതണം.
സോ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ആൻഡ് റിസർവേഷന്റെ കാര്യങ്ങൾ CE കേരള പ്രോസ്പെക്ടസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് റിസർവേഷൻ ആണ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കുക. നിങ്ങൾ ആ റിസർവേഷന് ആപ്ലിക്കബിൾ ആണെങ്കിൽ യു ക്യാൻ ഇഷ്യൂ ദാറ്റ് സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് റെക്കഗ്നൈസ്ഡ് അതോറിറ്റിയിൽ നിന്നും ഇഷ്യൂ ചെയ്ത് നിങ്ങൾക്ക് റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെയാണ് 5 year ഇന്റഗ്രേറ്റഡ് LLBയുടെ കമ്പൽസറി ഡോക്യുമെന്റ്സ് ആൻഡ് റിസർവേഷൻ ക്ലെയിമിംഗ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 3 year LLBയുടെ കമ്പൽസറി ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 3 year LLBയെ പറ്റി പറയുമ്പോൾ കമ്പൽസറി ആയിട്ട് വേണ്ട ഡോക്യുമെന്റ്സിൽ ഒന്നാണ് നിങ്ങളുടെ പാസ് സർട്ടിഫിക്കറ്റ് ആൻഡ് ഡിഗ്രീസ് മാർക്ക് ലിസ്റ്റ്. ഓക്കെ, സോ പാസ് സർട്ടിഫിക്കറ്റ്, കോളേജിൽ നിന്ന് ഇഷ്യൂ ചെയ്ത പാസ് സർട്ടിഫിക്കറ്റും ഡിഗ്രി മാർക്ക് ലിസ്റ്റും ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. സോ ഡിഗ്രി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ, അതായത് ഒരു വിത്തിൻ 2 or 3 monthsലാണ് അല്ലെങ്കിൽ 1 monthലാണ് നിങ്ങൾ പാസ് ഔട്ട് ആയെങ്കിൽ ഡിഗ്രി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല. സോ അങ്ങനെ വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് എന്തായാലും കണ്ടിരിക്കണം. സോ പാസ് സർട്ടിഫിക്കറ്റും ഡിഗ്രി മാർക്ക് ലിസ്റ്റും കമ്പൽസറി ആയിട്ട് കാണേണ്ടതാണ്. ദെൻ ബാക്കി ഡോക്യുമെന്റ്സ് സെയിം ആസ് ദ 5 year LLB, പ്രൂഫ് ഓഫ് ഫോർ ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് നാഷണാലിറ്റി. അതിന് നിങ്ങൾക്ക് അത് തെളിയിക്കാവുന്ന ഏത് വാലിഡ് ഡോക്യുമെന്റ്സ് എടുക്കാവുന്നതാണ്. വാലിഡ് ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് ഓർ SSLC, ഈ മൂന്നിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കയ്യിൽ കരുതാവുന്നതാണ്. സോ ഇതിൽ ഏതെങ്കിലും ഒന്ന് കമ്പൽസറി ആയിട്ട് ഉണ്ടായിരിക്കണം ആൻഡ് വിത്ത് മിനിമം ഓഫ് 2 copies. ദെൻ വരുന്നത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, ദെൻ TC ആൻഡ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ്. സോ TCയുടെ കാര്യം പറയുമ്പോൾ സെയിം ആസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ വേർ ദ സ്റ്റുഡൻറ് ലാസ്റ്റ് സ്റ്റഡിഡ്. എവിടെയാണോ അവസാനമായിട്ട് പഠിച്ചത് ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ TC ആയിരിക്കണം കയ്യിൽ കാണേണ്ടത്. ആൻഡ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ഓൾസോ എവിടെയാണോ ലാസ്റ്റ് പഠിച്ചത് അവിടുത്തെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ആയിരിക്കും വേണ്ടത്. ആൻഡ് കോൺടാക്ട് സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി അറിയാം 6 months ആണ്. സോ 6 months എക്സീഡ് ആയിട്ടുണ്ടെങ്കിൽ റെക്കഗ്നൈസ്ഡ് അതോറിറ്റി അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അത് കോളേജ് ഇഷ്യൂ ചെയ്യുന്നതാണ്. സോ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ ലാസ്റ്റ് പഠിച്ചത് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും മേടിക്കണം. സോ ഇത്രയും ഡോക്യുമെന്റ്സ്, കമ്പൽസറി ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് 3 year LLB സ്റ്റുഡന്റിന്റെ കയ്യിൽ അഡ്മിഷൻ സമയത്ത് കാണേണ്ട കമ്പൽസറി ഡോക്യുമെന്റ്സ് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത്, പ്രൂഫ് ഫോർ ഡേറ്റ് ഓഫ് ബർത്തും നാഷണാലിറ്റിയും, SSLC, ബർത്ത് സർട്ടിഫിക്കറ്റ് ആൻഡ് പാസ്പോർട്ട്, ഇതിൽ മൂന്നിലെ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ കയ്യിൽ കമ്പൽസറി ആയിട്ട് ഉണ്ടായിരിക്കണം. സോ ഈ പറഞ്ഞ ഇത്രയും കമ്പൽസറി ഡോക്യുമെന്റ്സ്, 3 year LLB സ്റ്റുഡന്റ് ആണെങ്കിൽ പാസ് സർട്ടിഫിക്കറ്റ് ആൻഡ് ഡിഗ്രി മാർക്ക് ലിസ്റ്റ് അതുണ്ടായിരിക്കണം. ദെൻ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് നാഷണാലിറ്റി അതുണ്ടായിരിക്കണം കമ്പൽസറി ആയിട്ട്. അത് രണ്ടിന്റെ ഡോക്യുമെന്റ്സ് കമ്പൽസറി ആയിട്ട് ഉണ്ടായിരിക്കണം. ദെൻ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, അത് ഇൻസ്റ്റിറ്റ്യൂഷൻ വേർ യു ലാസ്റ്റ് സ്റ്റഡീഡ്, ലൈക്ക് അതുപോലെ തന്നെയാണ് TC ഉണ്ടായിരിക്കണം ആൻഡ് കോൺടാക്ട് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. സോ ഇത്രയുമാണ് കമ്പൽസറി ഡോക്യുമെന്റ്സ്, 3 year LLBയുടെ കമ്പൽസറി ഡോക്യുമെന്റ്സ്. ഈ 3 year LLBക്ക് റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ സെയിം ആസ് 5 year LLB നിങ്ങൾക്ക് റിസർവേഷൻ ഏതാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ആ റിസർവേഷൻ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇഫ് യു ആർ ഇൻ OBC കാറ്റഗറി ആൻഡ് എലിജിബിൾ ഫോർ NCL നിങ്ങൾക്ക് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് എടുക്കാവുന്നതാണ്. അതും കൊണ്ട് വേണം നിങ്ങൾ അഡ്മിഷന് പോകാൻ. ഇഫ് യു ആർ ഫ്രം SC/ST കാറ്റഗറി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. ഓർ EWS ഓർ സ്പോർട്സ് കോട്ട ഓർ എനി അതർ റിസർവേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ, സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ്സ്, അതായത് റെസ്പെക്റ്റഡ് സർട്ടിഫിക്കറ്റ്സ് വേണം നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യാൻ. സോ ഇതൊക്കെയാണ് കമ്പൽസറി ഡോക്യുമെന്റ്സ് ഫോർ 5 year and 3 year LLB ആൻഡ് റിസർവേഷൻ ക്ലെയിമിംഗ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി പറയുന്ന ഡോക്യുമെന്റ്സ് അലോട്ട്മെന്റിന് ശേഷം നമ്മുടെ കയ്യിൽ കാണുന്ന ഡോക്യുമെന്റ്സ് ആയിരിക്കും. സോ ബാക്കി ഇത്രയും ഡോക്യുമെന്റ്സ് നിങ്ങൾ ഇപ്പോഴേ എല്ലാം ശരിയാക്കി വെക്കുക. ആൻഡ് ഇനി പറയാൻ പോകുന്ന 2 ഡോക്യുമെന്റ്സ് നിങ്ങൾ അലോട്ട്മെന്റിന് ശേഷം കയ്യിൽ കരുതുക. ഇനി പറയാൻ പോകുന്ന ഈ 2 ഡോക്യുമെന്റ്സും കമ്പൽസറി ഡോക്യുമെന്റ് തന്നെയാണ്. ഫസ്റ്റ് വൺ ഈസ് ക്ലീയുടെ ഹോൾ ടിക്കറ്റ്. അത് നിങ്ങളുടെ കയ്യിൽ കാണുമെന്ന് അറിയാം. സോ ക്ലീയുടെ ഹോൾ ടിക്കറ്റ് കയ്യിൽ കാണണം. ആൻഡ് ഓൾസോ അലോട്ട്മെന്റ് മെമ്മോ. സോ അലോട്ട്മെന്റിന് ശേഷം നമ്മുടെ പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ട് നമുക്ക് അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അലോട്ട്മെന്റ് മെമ്മോ കമ്പൽസറി ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അലോട്ട്മെന്റ് മെമ്മോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് അലോട്ട്മെന്റ് മെമ്മോ മാത്രം പോരാ, അലോട്ട്മെന്റ് മെമ്മോയും വേണം, ഹോൾ ടിക്കറ്റും വേണം. ആൻഡ് ഓൾസോ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ്, ഇഫ് യു ആർ ഗോയിങ് ഫോർ എ 5 year LLB, ഈ 5 year LLBയുടെ ഇത്രയും കമ്പൽസറി സർട്ടിഫിക്കറ്റ് ആൻഡ് റിസർവേഷൻ ക്ലെയിമിംഗ് സർട്ടിഫിക്കറ്റ്, ആൻഡ് 3 year LLBക്കും ഈ അലോട്ട്മെന്റ് മെമ്മോ, ഹോൾ ടിക്കറ്റ് ആൻഡ് കമ്പൽസറി ആൻഡ് റിസർവേഷൻ ക്ലെയിമിംഗ് സർട്ടിഫിക്കറ്റ്, ഇത്രയും സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ സ്മൂത്ത് ആയിട്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ. സോ ആദ്യം പറഞ്ഞ കമ്പൽസറി ഡോക്യുമെന്റ്സ് ആൻഡ് റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ ഇപ്പോഴേ ശരിയാക്കി വെക്കുക. കാരണം ഉടനെ തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. അതിനുശേഷം ഓപ്ഷൻ രജിസ്ട്രേഷനും
അലോട്ട്മെന്റും സ്റ്റാർട്ട് ചെയ്യും. അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെന്റ് ഉടനെ വിളിക്കും. അലോട്ട്മെന്റ് മെമ്മോ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 to 3 days മാത്രമേ നിങ്ങൾക്ക് സമയം കാണത്തുള്ളൂ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. സോ അതെല്ലാം ഇപ്പോഴേ ശരിയാക്കി വെക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ റിലേറ്റഡ് ടു ഡോക്യുമെന്റ്സ് ഓർ എനി അതർ ലോ റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ വർഷത്തെ ക്ലിയർ എക്സാം പാടായിരുന്നു ഓർ വേറെ ലോ എക്സാംസ് ഒന്നും എഴുതിയിട്ട് അത്ര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള മാർക്ക് കിട്ടിയില്ല, പ്രതീക്ഷിച്ച കോളേജിൽ കിട്ടിയില്ല എന്ന് വിചാരിച്ച് ആരും സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഇനിയും എക്സാംസ് ഉണ്ട്. സോ 2026 മോസ്റ്റ് ഓഫ് ദ എക്സാംസ്, എല്ലാ എക്സാംസും ഇനി വരാൻ പോവുകയാണ്. സോ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ, ഒരു മെന്റർ ഉണ്ടെങ്കിൽ ആൻഡ് വർക്ക് ഷീറ്റ്, ഗൈഡ്, മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലോ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ലീഡ് അക്കാഡമിയുടെ 2026 വേരിയസ് ലോ എൻട്രൻസ് എക്സാമിന്റെ ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.